ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കോടതി വളപ്പിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്പോര് നടത്തുകയാണ് നമ്മുടെ പ്രകാശനും കല്യാണിയും കിരണും ഒക്കെ. വിക്രമാണെങ്കിൽ ഒരു തരി പോലും വിട്ടുകൊടുക്കാതെ ഈ ചേച്ചിയോട് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കല്യാണിയാണെങ്കിലോ, എടാ അടുത്ത വട്ടം കോടതി കൂടുമല്ലോ, ആ സമയത്ത് എല്ലാരും കണ്ടോ, നിന്റെ അച്ഛൻ ജയിലിലേക്കായിരിക്കും ഇനി അങ്ങ് പോവാൻ പോകുന്നത്. ലക്ഷ്മി അമ്മയെ കോടതിയിൽ വിസ്തരിച്ചു കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ ഇത്രയും കാലവും ചെയ്തു കൂട്ടിയ സകല തൊട്ടിത്തരങ്ങൾക്കും ഉള്ള ആ ഒരു ശിക്ഷ അത് അദ്ദേഹം അനുഭവിക്കാതെ ഇവിടുന്ന് എന്തായാലും പോവില്ല. ഇങ്ങനെയൊക്കെ പറയുക. അപ്പൊ പ്രകാശനാണെങ്കിലോ ഇതൊക്കെ കേട്ട് കലി പിടിച്ച് നിൽക്കുക. അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരവിടെ നിന്ന് പോയി. ഇതിന് ശേഷമാണെങ്കിലും വക്കീല് പ്രകാശനോട് ചില കാര്യങ്ങൾ സംസാരിക്കുക. അതെ പ്രകാശ, തന്നോട് ഞാൻ വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് തനിക്കറിയാവോ? അതെ, എത്രയും പെട്ടെന്ന് തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് താനൊരു കോംപ്രമൈസിന് ശ്രമിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാത്ത പക്ഷം ഉണ്ടല്ലോ, തനിക്കെതിരെയാ ഇപ്പം നിലവില് എല്ലാ തെളിവും ഉള്ളത്. ഈ തെളിവുകളൊക്കെ തനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ കോടതി വിധി എന്തായിരിക്കുമെന്ന് ഞാൻ തനിക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. എത്രയും പെട്ടെന്ന് അവരുമായിട്ട് താൻ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ ഇനി തന്നെ തൻ്റെ അമ്മയ്ക്കും മകനും ഒക്കെ കാണേണ്ടി വരിക. ജയിലിൽ കിടക്കുന്ന വേഷത്തിലായിരിക്കും. സാറേ, എന്തൊക്കെയാ സാറേ ഈ പറയുന്നത്? ഞങ്ങൾ ഇത്രയും പൈസയൊക്കെ മുടക്കി സാറിനെ വക്കീലാക്കി വെച്ചിരിക്കുന്നത് ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്നിട്ട് ഇപ്പൊ സാർ എന്താ കാണിക്കുന്നത്? സാറേ, ഞാൻ ഇനി എങ്ങനെയാ ഒന്നും ഇതിൽ നിന്ന് കരകയറുന്നത്? അതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിന് മുന്നേ താൻ ചിന്തിക്കണമായിരുന്നു. 10-25 വർഷം മുന്നേ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് അവരുമായിട്ടുള്ള ബന്ധം പിരിയാതെ താൻ അടുത്തൊരു വിവാഹത്തിലേക്ക് പോയി. അതും അതിനേക്കാട്ടിലും വലിയ പ്രശ്നത്തിൽ പോയി കലാശിച്ചു. എന്നിട്ട് മുൻഭാര്യയും പിൻഭാര്യയും ഒക്കെ കൂടി ചേർന്ന് തനിക്കെതിരെ നല്ല ഒന്നാം തരം ഒരു കെണിയല്ലടോ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതും പോരാഞ്ഞ് തൻ്റെ അമ്മ തനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രകാശ, താനിനി ഈ അടുത്ത കാലത്തെങ്ങും ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങില്ല. സാറേ, ഞാനിപ്പോൾ എന്ത് ചെയ്യും സാറേ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. ദേ, ഈ എത്രയും പെട്ടെന്ന് ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടിട്ട് താനൊരു കോംപ്രമൈസിന് ശ്രമിക്കണം. ഇനി അത് കുറച്ച് പൈസ മുടക്കിയിട്ടാണെങ്കിലും അത് ചെയ്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി താൻ ആരുടെയെങ്കിലും സഹായം ചോദിക്കോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ. ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കിയെങ്കിലേ പ്രകാശ നിനക്കിനി രക്ഷയുള്ളൂ എന്ന് വക്കീല് തീർത്തും പറഞ്ഞു. മൂങ്ങാമുത്തശ്ശിയാണെങ്കിലോ, എൻ്റെ വക്കീലെ അവളുടെ കാല് പിടിക്കാൻ ചെല്ലുക എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ഇതിനെക്കാട്ടിലും വലിയൊരു അപമാനം ഇനി സംഭവിക്കാനേ ഇല്ലല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യാനാ വക്കീലെ? മറ്റെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? എൻ്റെ പൊന്നമ്മച്ചി, ഇനി ഇതിന് മറ്റൊരു മാർഗമൊന്നുമില്ല. നിങ്ങൾ ഏത് രീതിയിലാന്ന് വെച്ചാൽ ആ സ്ത്രീയുമായിട്ട് ഒരു കോംപ്രമൈസിന് പോവുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. പ്രകാശൻ അങ്ങനെ വീട്ടിലെത്തിയ പാടെ തന്നെ നമ്മുടെ കാർത്തികയാണെങ്കിൽ ഈ വിശേഷങ്ങളും ഒക്കെ ചോദിക്കാൻ വേണ്ടി തയ്യാറായി ഇങ്ങനെ നിൽക്കുക. കാർത്തികയെ കണ്ടതും പ്രകാശൻ കാർത്തികയുടെ കോടതിയിൽ നടന്ന സംഭവങ്ങളും അവിടെ വന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ നമ്മുടെ ദീപ അവിടെ വന്ന് സംസാരിച്ച കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അല്ലച്ച, വക്കീൽ എന്ത് പറഞ്ഞു? നമ്മൾ കേസിൽ ജയിക്കുവോ? എൻ്റെ മോളെ, വക്കീലിന് ഭയങ്കര സംശയമാടി. ആ വക്കീല് അത്ര പോരാൻ തോന്നുന്നു. എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വക്കീല് കാര്യങ്ങളൊന്നും അങ്ങ് എത്തിക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും മോളെ, എങ്ങനെയെങ്കിലും ആ ലക്ഷ്മിയോട് ഒരു കോംപ്രമൈസിന് നമ്മൾ ശ്രമിക്കാനാ വക്കീല് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി അവളുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് തരാൻ മോളെ കൊണ്ട് പറ്റില്ലേ? അച്ഛാ, അത് ഞാൻ എങ്ങനെയാ അച്ഛാ ആ സ്ത്രീയുമായിട്ടൊക്കെ സംസാരിക്കുന്നത്? അവളോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല മോളെ. പിന്നെ അവളോടൊരു കോംപ്രമൈസിന് ശ്രമിക്കാനാ വക്കീല് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അവൾ അതിന് തയ്യാറല്ലെങ്കിൽ പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ നിന്നും ആ പെണ്ണിനെ അങ്ങ് ഉപേക്ഷിക്കുക, അവളെ അങ്ങ് ഇല്ലാണ്ടാക്കുക. എന്തായാലും ലക്ഷ്മി അമ്മയെ കൊല്ലുന്ന കാര്യമാണ് നമ്മുടെ പ്രകാശൻ സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ശരിക്കും പകയോടും ദേഷ്യത്തോടും കൂടി കാർത്തിക ഇവന്റെ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുക. അവൾക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇതൊന്നും മുഖത്ത് കാണിക്കാതെ കാർത്തിക പ്രകാശന്റെ അടുത്ത് വളരെ എളിമയോടുകൂടി ഇങ്ങനെ നിന്നു. ഇനിയിപ്പോ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ അച്ഛാ, ആ സ്ത്രീയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അതേ മോളെ, അത് തന്നെയാ ചെയ്യേണ്ടത്. ഇനി കോടതി കൂടുന്ന ആ ഒരു സമയത്ത് ലക്ഷ്മി എന്ന് പറയുന്നവള് ജീവിച്ചിരിക്കാൻ പാടില്ല. അവളെ അങ്ങ് ഇല്ലാണ്ടാക്കണം. അതിന് പറ്റിയ ആൾക്കാർ മോള് വിചാരിച്ച കിട്ടില്ലേ അച്ഛാ? അതിപ്പം ഞാൻ എങ്ങനെയാ അച്ഛാ എന്നും പറഞ്ഞ് നമ്മുടെ കാർത്തിക ഒന്ന് നിന്ന് പരുങ്ങുകയാണ്. കാർത്തികയും അതുപോലെ ലക്ഷ്മിയമ്മയും തമ്മിലുള്ള കണക്ഷനൊന്നും അറിയില്ലല്ലോ പ്രകാശന്. അതുകൊണ്ട് തന്നെ പ്രകാശൻ പറയുന്ന കാര്യങ്ങളൊക്കെ മോള് കേൾക്കാനേ ഇപ്പൊ നമ്മുടെ കാർത്തികയ്ക്ക് പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ അച്ഛനും മോളും കൂടി ഈ സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ
മോളെ ഇത്രയും പെട്ടെന്ന് അതിന് പറ്റിയ ഒരാൾ ഈ അച്ഛൻ കണ്ടെത്തിയിരിക്കും. എൻ്റെ ചില പഴയ കണക്ഷൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷ്മിയെ പുഷ്പം പോലെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന ആൾക്കാർ എൻ്റെ കസ്റ്റഡിയിലുണ്ട് മോളെ എന്നും പറഞ്ഞ് പ്രകാശൻ അങ്ങ് പോകുന്ന സമയത്ത് നമ്മുടെ കാർത്തികയാണെങ്കിലും തൻ്റെ അമ്മ ചെന്ന് കയറിയിരിക്കുന്നത് വലിയൊരു കെണിയിലേക്കാണല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുക. എന്തായാലും പ്രകാശൻ എന്ന് പറയുന്ന തന്തയ്ക്ക് നല്ല 16 പണി തന്നെ കൊടുക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് കാർത്തികയും മനസ്സുകൊണ്ടങ്ങ് ഒരുങ്ങുകയാണ്. ലക്ഷ്മി അമ്മയെ വിളിച്ചിട്ട് കാർത്തിക ഈ സംഭവങ്ങൾ മുഴുവൻ പറയുമ്പോൾ അമ്മ എനിക്ക് നല്ല പേടിയുണ്ടമ്മേ. ഇനി അയാളെങ്ങാനും അമ്മ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എന്തെങ്കിലും ചെയ്യണ്ടേ അമ്മയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാർത്തിക ലക്ഷ്മിയോട് സംസാരിക്കുക. അപ്പൊ ലക്ഷ്മി അമ്മ പറഞ്ഞു, എന്തിനാ മോളെ ചുമ്മാ ടെൻഷൻ അടിക്കുന്നത്? വരാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ. പിന്നെ ആ പ്രകാശൻ എന്ന് പറയുന്നവന്റെ അന്ത്യം കാണാതെ ഞാൻ എന്തായാലും ഈ കളിയിൽ കീഴടങ്ങില്ല. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. 10-25 വർഷങ്ങൾ എൻ്റെ ജീവിതം തൊലച്ചവനാണ്. അങ്ങനെയുള്ള അവനെ എനിക്ക് ചുമ്മാ വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് പ്രകാശന്റെ ഈ ഗൂഢ പദ്ധതികളും ഒക്കെ ആയിട്ട് പ്രകാശന്റെ ഈ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കിരണും കല്യാണിയും കൂടി സംസാരിക്കുക. അമ്മേ, എന്തായാലും ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ആ അമ്മയെ തീർക്കാനുള്ള കാര്യങ്ങൾ പ്രകാശൻ ഇതിനോടകം തന്നെ പ്ലാൻ ചെയ്ത് കാണും. ഇന്ന് ലക്ഷ്മി അമ്മ കോടതിയിൽ മൊഴി കൊടുത്തിരുന്നെങ്കിൽ അത് പ്രകാശനെ പൂട്ടാനുള്ള ഒരു മൊഴിയായി മാറിയേനെ. പക്ഷെ പ്രകാശന്റെ എന്തോ ഒരു ഭാഗ്യം, ആ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ ഇത്തവണയും രക്ഷപ്പെട്ടിരിക്കുന്നത്. കല്യാണി പറയുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ കിരണാണെങ്കിലോ, അതേ കല്യാണി, നീ പറഞ്ഞത് ശരി തന്നെയാ. ഇപ്പൊ തന്നെ ആ വിക്രത്തിന്റെ തനി സ്വഭാവം പുറത്തു വന്നിരിക്കുകയല്ലേ. അവന് ഒരു പ്രശ്നവും ഇല്ലാന്ന്. ലക്ഷ്മി അമ്മയെ കുറിച്ചുള്ള സത്യങ്ങള് മഹാലക്ഷ്മി എന്ന് പറയുന്ന ആ വലിയ മേടം അറിഞ്ഞു കഴിഞ്ഞാൽ അവനൊരു വിഷയവും ഇല്ലെന്നുള്ള രീതിയിലല്ലേ അവൻ സംസാരിച്ചത്. അവനറിയാം അവൻ്റെ അച്ഛൻ്റെ ഒപ്പം നിന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. അവനെ വീണടം വിദ്യയാക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കല്യാണി പറഞ്ഞു, അതെ കിരണേട്ടാ, അവൻ എന്ത് വൃത്തികേടിനും തയ്യാറാവും. അവൻ നമ്മുടെ അമ്മയെക്കുറിച്ച് അത്രയും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി അമ്മയെ തീർക്കാനുള്ള എന്തെങ്കിലും ചില പദ്ധതികൾ തന്തയും മോനും കൂടെ മെനയും. ആ ഒരു പേടി മാത്രമേ എനിക്കുള്ളൂ. കാർത്തികയോട് ആ പൊട്ടൻ പോയി എല്ലാ സത്യങ്ങളും പറയുമെന്നേ. അതുകൊണ്ട് കാർത്തിക വഴി പ്രകാശന്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതുവഴി നമുക്ക് അവരെ ചെറുത്ത് നിൽക്കാനും രക്ഷിക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. നീ സമാധാനിക്കേണ്ട കല്യാണി എന്നും പറഞ്ഞ് നമ്മുടെ കിരൺ കല്യാണിയെ ആശ്വസിപ്പിക്കുക. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ശാരിയാണ് കേട്ടോ. ശാരിക്കാണെങ്കിൽ ഇപ്പം നമ്മുടെ മനോഹരൻ്റെ ഈ ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നുകയാണ്. അങ്ങനെ മരുമകന്റെ സ്വഭാവത്തിൽ മുഴുവനും സംശയം തോന്നിയ നമ്മുടെ ശാരിയാണെങ്കിലും അവൻ പോകുന്ന ഇടങ്ങളിലെല്ലാം അവന്റെ പിന്നാലെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പോകുന്നതിനിടയിൽ ശാരി ആ ഒരു കാഴ്ച കാണുന്നു. എന്തായാലും ആ കാഴ്ചയൊക്കെ നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ്. മറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് രാവിലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ്.